ഇന്ത്യക്കാരെ ഷോപ്പിങ്ങിൻ്റെ പുതിയൊരു ലോകം പഠിപ്പിച്ച സ്ഥാപനമാണ് ബിഗ് ബസാർ. ആ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ കിഷോർ ബിയാനി വെറുമൊരു കച്ചവടക്കാരനായിരുന്നില്ല, മറിച്ച് ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞ ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു. ഇന്ത്യൻ റീറ്റെയിൽ രംഗത്തെ രാജാവ് എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ആകാശത്തോളം ഉയർന്ന ആ സാമ്രാജ്യം എങ്ങനെ ഒരു ചീട്ടുകൊട്ടാരം പോലെ നിലംപൊത്തി എന്നതും ഒരു അത്ഭുതകരമായ കഥയാണ്. സബ്സെ സസ്ത സബ്സെ അച്ഛ, ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും നല്ലത് എന്ന ബിഗ് ബസാർ മുദ്രാവാക്യം ഓരോ വീട്ടിലും മുഴങ്ങിയിരുന്നു. 2019 $1.78 ബില്യൺ ആസ്തിയുള്ള ശതകോടീശ്വരനായി ഫോബ്സ് മാസിക അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയപ്പോൾ കിഷോർ ബിയാനി ഇന്ത്യയുടെ റീറ്റെയിൽ രാജാവ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു. വിജയത്തിൻ്റെ ലഹരിയിൽ കിഷോർ ബിയാനി തൻ്റെ സാമ്രാജ്യം അതിവേഗം വ്യാപിപ്പിച്ചു. ബിഗ് ബസാറിന് പുറമെ പാൻഡലൂൺ, സെൻട്രൽ ബ്രാൻഡ് ഫാക്ടറി തുടങ്ങി ഫാഷനും ലോജിസ്റ്റിക്സും ഇ-കൊമേഴ്സും വരെ നീളുന്ന ഒരു വമ്പൻ ശൃംഖല തന്നെ അദ്ദേഹം കെട്ടിപ്പൊക്കിയിരുന്നു. എന്നാൽ ആ വളർച്ചയ്ക്ക് പിന്നിൽ ഒരു വലിയ കെണിയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് വളർച്ച നേടാനായി അദ്ദേഹം കൂടുതൽ കടമെടുത്തിരുന്നു. ഫാഷൻ, ഇൻഷുറൻസ്, ലോജിസ്റ്റിക്സ്, ഫുഡ് പാർക്കുകൾ എന്നിങ്ങനെ അദ്ദേഹം കൈവെക്കാത്ത മേഖലകൾ ഇല്ലായിരുന്നു. ഈ ബിസിനസ്സുകൾ നന്നായി വളർന്നെങ്കിലും ലാഭത്തേക്കാൾ കൂടുതൽ വേഗതയിൽ വളർന്നത് അദ്ദേഹത്തിൻ്റെ കടമാണ്. ആ കടക്കെണിക്ക് മുകളിലേക്കാണ് കോവിഡ് എന്ന മഹാമാരി വന്നു വീഴുന്നത്. ലോക്ക്ഡൗണിൽ കടകൾ അടഞ്ഞു കിടന്നതോടെ വരുമാനം നിലച്ചു, പലിശ കുമിഞ്ഞുകൂടി. ആമസോണും ഫ്ലിപ്കാർട്ടും ഓൺലൈൻ വിപണി കീഴടക്കിയതും ഫ്യൂച്ചർ ഗ്രൂപ്പിനെ തകർത്ത് കളഞ്ഞു. അംബാനിയുടെ റിലയൻസ് റീറ്റെയിൽ കൂടി രംഗത്തെത്തിയതോടെ മത്സരം കടുക്കുകയുമുണ്ടായി. കടം വീട്ടാൻ തൻ്റെ പ്രിയപ്പെട്ട ബിഗ് ബസാറും മറ്റ് ആസ്തികളും വിൽക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. റിലയൻസിന് തൻ്റെ കമ്പനി വിൽക്കാൻ ബിയാനി ശ്രമിച്ചെങ്കിലും ആമസോൺ അത് നയപരമായി തടയുകയായിരുന്നു. വർഷങ്ങൾ നീണ്ട ഈ നിയമയുദ്ധത്തിൽ കമ്പനിയുടെ മൂല്യം ഇടിഞ്ഞു. ഒടുവിൽ പാപ്പരായി തൻ്റെ ഓരോ കടകളും അദ്ദേഹത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ പലയിടത്തും റിലയൻസ് സ്മാർട്ട് ബസാറായി മാറിയിരിക്കുകയാണ് ബിഗ് ബസാർ. ഇരിക്കുന്നതിന് മുന്നേ കാല് നീട്ടരുത് എന്ന പഴമൊഴി ഒരിക്കൽ കൂടെ സത്യമാകുമെന്ന് ബിയാനിയുടെ കാര്യത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. ബിസിനസ്സിലെ അമിതമായ ആവേശവും കടബാധ്യതയും ഒരു വൻമരത്തെ പോലും വീഴ്ത്തും എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ബിഗ് ബസാറിൻ്റെ തകർച്ച. ഇന്ത്യൻ റീറ്റെയിൽ ചരിത്രത്തിൽ സാധാരണക്കാർ ഇന്നും ഓർമ്മിക്കുന്നൊരു പേരാണ് ബിഗ് ബസാർ എന്നത്. സബ്സെ സസ്തേ ദിൻ എന്ന പേരിൽ ബിഗ് ബസാർ പ്രഖ്യാപിച്ച മെഗാ സെയിലിലൂടെ മുംബൈയിലെ ഒരു സ്റ്റോറിൽ മാത്രം 30 കോടിയുടെ വ്യാപാരം നടത്തി ഇവർ ചരിത്രം സൃഷ്ടിച്ചിരുന്നു. അവർ പിന്നീട് 12,800 കോടിയുടെ കടക്കെണിയിൽ വീണ് തകർന്നടിയുകയായിരുന്നു. 1981 ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ബിയാനി സ്റ്റോൺ വാഷ് ഫാബ്രിക്കിൻ്റെ വ്യാപാരത്തിലൂടെയാണ് ബിസിനസ് ലോകത്തേക്ക് കടന്നു വരുന്നത്. ഇന്ത്യൻ വിപണിയിൽ തരംഗമായിരുന്ന പാൻഡലൂൺ എന്ന ഫാഷൻ ബ്രാൻഡ് കിഷോർ ബിയാനിയുടെ രൂപം കൊണ്ടതാണ്. 1985 ആരംഭിച്ച പാൻഡലൂൺ ഫാഷൻ രംഗത്തെ മികവ് കൊണ്ട് 94ഓടെ ഇന്ത്യയിൽ 74 ശാഖകളിലേക്ക് പടർന്നു പന്തലിക്കുകയും ചെയ്തു. പിന്നീട് 99 ബിയാനി വലിയ ഷോപ്പിംഗ് കേന്ദ്രങ്ങളുടെ സാധ്യത മനസ്സിലാക്കുന്നത്. കൊൽക്കത്തയിൽ ആദ്യ മെഗാ ഷോപ്പിംഗ് സെൻറ്റർ വലിയ വിജയമായിരുന്നു. പിന്നീട് ബംഗളൂരു, ഹൈദരാബാദ്, മുംബൈ എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകൾ വ്യാപിപ്പിച്ചു. പാൻഡലൂണിൻ്റെ വളർച്ചയോടൊപ്പം മെഗാ ഷോപ്പിംഗ് സെൻറ്ററുകളെയും വിപണിയിൽ മുൻപന്തിയിലെത്തിക്കാൻ ചെന്നൈ മോഡൽ ശരവണ സ്റ്റോറുകളുടെ മാതൃകയിൽ 2001 ബിയാനി ബിഗ് ബസാർ എന്ന ബ്രാൻഡ് രൂപീകരിച്ചു. 2006ഓടെ ഫ്യൂച്ചർ ഗ്രൂപ്പ് എന്ന പേരിൽ വിവിധ ബ്രാൻഡുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ബിയാനി ഇന്ത്യയിലെ റീറ്റെയിൽ വിപണിയെ മാറ്റിമറിക്കുകയായിരുന്നു. 2008ഓടെ 100-ൽ-അധികം നഗരങ്ങളിൽ ബിഗ് ബസാർ ഷോപ്പിംഗ് മാളുകളായി പ്രവർത്തനം ആരംഭിച്ചു. ഉപഭോക്താക്കൾക്ക് ഷോപ്പിങ്ങും വിനോദവും ഒരുമിച്ച് അനുഭവപ്പെടുന്ന വിധത്തിൽ ബിയാനി തൻ്റെ സ്ഥാപനങ്ങൾ രൂപകൽപ്പന ചെയ്തിരുന്നു. 2012ഓടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ബ്രാൻഡുകളൊന്നായി ബിഗ് ബസാർ വളർന്നു വന്നു. പിന്നീട് ബിഗ് ബസാറിൻ്റെ വിപുലീകരണത്തിനായി കിഷോർ ബിയാനി വലിയ വായ്പകൾ എടുത്തതോടെയാണ് വീഴ്ച ആരംഭിക്കുന്നത്. കടങ്ങളുടെ ഭാരം കുറക്കാൻ 1600 കോടി രൂപയ്ക്ക് തൻ്റെ പാൻഡലൂൺ ബ്രാൻഡ് ആദിത്യ ബിർള ഗ്രൂപ്പിന് വിൽക്കേണ്ടി വന്നു. 2022 റിലയൻസ് ഗ്രൂപ്പ് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ കടങ്ങൾ ഏറ്റെടുക്കുകയും ബിഗ് ബസാറിൻ്റെ ഔട്ട്ലെറ്റുകൾ ഏറ്റെടുക്കുകയുമായിരുന്നു.